സ്റ്റേറ്റ് സിലബസിന്റെ 12ന്റെ ആദ്യത്തെ ഇക്കായി ആയിട്ടുള്ള ചണ്ടാ ഉഞ്ചാ രഹേ ഹമാര എന്ന ഇക്കായിലെ ഫസ്റ്റ് ചാപ്റ്റർ മാതൃഭൂമി എന്ന കവിതയാണ് ഈ ക്ലാസ്സിലൂടെ എടുക്കാനായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചണ്ടാ ഉഞ്ചാ രഹേ ഹമാര എന്ന ആ ഒരു ഇക്കായിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ദേശസ്നേഹത്തിന്റെ ആഹ്വാനമാണ് ഈ ഒരു ഇക്കായിലെ 3 ചാപ്റ്ററിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് മാതൃഭൂമി എന്ന ഈ ഒരു കവിത. മൈഥിലി ശരൺ ഗുപ്തജി എഴുതിയ ദേശസ്നേഹം തുളുമ്പുന്ന ഒരു കവിതയാണ് മാതൃഭൂമി എന്ന ഈ ഒരു കവിത. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. കവിതയിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയതിനു ശേഷം നമുക്ക് നേരെ കവിതയിലേക്ക് കിടക്കാം. ഓക്കെ, ഭാരത് की स्वतंत्रता के लिए लाखों देशभक्त अपनी अपनी राह पर चले थे. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് ദേശഭക്തരായിട്ടുള്ള ദേശസ്നേഹികളായിട്ടുള്ള മനുഷ്യർ സ്വന്തം വഴികൾ തെരഞ്ഞെടുത്തു. कुछ गुप्त रूप से, कुछ हथियार लेकर, कुछ अहिंसा की राह पर, तो कुछ अपनी ओज भरी वाणी में लोगों को सचेत करते रहे. കുറച്ച് പേര് എന്താ പറയുന്നത്, അവരാൽ കഴിയുന്ന അവരവരുടേതായിട്ടുള്ള ചിന്താശേഷിക്ക് അനുസരിച്ച് അവർ പ്രവർത്തിച്ചു സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ചിലർ ആയുധങ്ങൾ എടുത്തു, ചിലർ അഹിംസാപരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങി സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ചിലർ ജനങ്ങളെ കൂടുതൽ എന്ത് ചെയ്തു, ഇതിലേക്ക് വരുത്താൻ വേണ്ടി സ്വന്തം സൗണ്ടിലൂടെ ജനങ്ങൾ എന്ത് ചെയ്തു, സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ള ആഹ്വാനം അവർ ലഭിച്ചുകൊണ്ട് അങ്ങനെ പലതരത്തിലാണ് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ദേശസ്നേഹികളായ മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. इसमें कुछ कवि भी अपनी पंक्तियों से देश के लिए सर्वस्व अर्पित करने का आह्वान करते हैं. ഇത്തരത്തിൽ നോക്കുമ്പോൾ കുറച്ച് കവികളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അവരും തന്റെ പങ്ക്തികളിലൂടെ, അതായത് തങ്ങളുടെ വരികളിലൂടെ ദേശത്തിന് വേണ്ടി സർവ്വവും അർപ്പിക്കുക എന്നുള്ള ആ ഒരു ആഹ്വാനം തന്റെ രചനകളിലൂടെ, തങ്ങളുടെ വരികളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇൻ സബ്കാ ഫൽ നികല ഭാരത് की स्वतंत्रता. ഇവരുടെ എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടിയുള്ള ശ്രമഫലമായിട്ടാണ് നമ്മൾക്ക് ഭാരതത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചത്. യഹാ ഹം ऐसे एक कविता से परिचित पाएंगे. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു കവിതയാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. കവിതയുടെ പേരാണ് മാതൃഭൂമി. അപ്പോൾ മാതൃഭൂമി എന്ന കവിതയിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് രചയിതാവായിട്ടുള്ള കവിയായിട്ടുള്ള മൈഥിലി ശരൺ ഗുപ്തജിയെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയതിനു ശേഷം നമുക്ക് കവിതയിലേക്ക് വരാം. ഓക്കെ, द्विवेदी युगीन प्रतिभाशाली कवि मैथिली शरण गुप्त का जन्म उत्तर प्रदेश के चिरगांव में 1885 को हुआ था. 1885 उत्तर प्रदेश के चिरगांव എന്ന ജില്ലയിലാണ് മൈഥിലി ശരൺ ഗുപ്തജി ജനിച്ചത്. ഭാരതീയ പുരാണോं के उपेक्षित कथा प्रसंग एवं पात्रों को लेकर युगानुरूप काव्य उन्होंने रचा. ഭാരതീയ പുരാണങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങളെയും കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും അനുയോജിച്ച രീതിയിലുള്ള കാവ്യങ്ങൾ രചിച്ച ഒരു കവിയാണ്, രചയിതാവാണ് നമ്മുടെ മൈഥിലി ശരൺ ഗുപ്തജി എന്ന് പറയുന്നത്. സാഗീത്, യശോധര, ജയദ്രഥവത്, പഞ്ചവടി, കാബ കർബല ആദി ഉनकी श्रेष्ठ रचनाएं. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളാണ് സാഗീത്, യശോധര, ജയദ്രഥവത്, പഞ്ചവടി, കാബ കർബല ആദി. देश ने 1954 को पद्मभूषण उपाधि से उनका सम्मान किया. ദേശം അദ്ദേഹത്തിന് 1954 പത്മഭൂഷൺ സമ്മാനം നൽകി. 1965 को राष्ट्रकवि मैथिली शरण गुप्त का देहांत हुआ था. രാഷ്ട്രകവിയാണ് നമ്മുടെ രാഷ്ട്രകവിയാണ് മൈഥിലി ശരൺ ഗുപ്തജി. അദ്ദേഹത്തിന്റെ ദേഹാന്ത് മീൻസ് മരണം സംഭവിച്ചത് 1965. ഓക്കെ, അപ്പോൾ കവിയെ കുറിച്ച് 1-2 പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം എക്സാമിന് ഉറപ്പായിട്ടും ടിപ്പണി ലേഖനം വരും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പാരഗ്രാഫ് 1-2 അല്ലെങ്കിൽ മാക്സിമം 3 സെന്റൻസ് കവിയെ കുറിച്ച് എഴുതേണ്ടതായിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന 3-4 സെന്റൻസ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കവിതയിലേക്ക് കിടക്കാം. കവിതയുടെ പേരാണ് മാതൃഭൂമി. മാതൃഭൂമി എന്ന ഒരു വാക്കിൽ തന്നെ വ്യക്തമാണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ആ ഒരു സ്നേഹം, സ്വന്തം മാതൃഭൂമിയോട് തോന്നുന്ന ആ ഒരു അടുപ്പം, സ്നേഹം, അതിനെ പൂർണ്ണ രൂപത്തിൽ വർണ്ണിച്ചുകൊണ്ട് ആണ്, മാതൃഭൂമിയെ പൂർണ്ണമായി വളരെ മനോഹരമായി വർണ്ണിച്ചുകൊണ്ടാണ് മൈഥിലി ശരൺ ഗുപ്തജി ഈ കവിത ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കവിത കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് മാതൃഭൂമിയോടുള്ള സ്നേഹം എന്താണെന്നും നമ്മൾ ഓരോരുത്തരും മാതൃഭൂമിയെ എത്രത്തോളം സ്നേഹിക്കണമെന്നുമുള്ള ആ ഒരു ആഹ്വാനമാണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഓക്കെ, नीलांबर परिधान हरित तट पर सुंदर है, सूर्य चंद्र युग मुकुट मेखला रत्नाकर है, नदियां प्रेम प्रवाह फूल तारे मंडन है, बंदी जन गग वृंद शेष घन सिंहासन है, करते अभिषेक पयोद है बलिहारी सुवेश की, हे मातृभूमि तू सत्य ही सगुण मूर्ति सर्वेश की. നീലാംബർ അമ്പർ എന്ന് പറഞ്ഞാൽ ആകാശമാണ് അമ്പർ. നീലാംബർ എന്ന് വെച്ചാൽ നീലാകാശം എന്നാണ്. പരിധാൻ എന്ന് വെച്ചാൽ വസ്ത്രം. ഹരിത് പച്ചപ്പ്, തട് തീരം. നീലാകാശമാകുന്ന വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഈ ഹരിതമായിട്ടുള്ള ഈ ഒരു തീരത്ത്, അതായത് ഈ പച്ചപ്പ് നിറഞ്ഞ തീരത്ത് മാതൃഭൂമിയെ കാണാൻ എത്രത്തോളം മനോഹരിയാണ്, സുന്ദരിയാണ്. സൂര്യ ചന്ദ്രയുഗ മുകുട്, സൂര്യനും ചന്ദ്രനും എന്തായി ശോഭിക്കുന്നു? മുകുടമായി. മുകുട് മത്ലബ് കിരീടം. മാതൃഭൂമിക്ക് കിരീടമായി രാത്രിയിലും പകലിലും ശോഭിക്കുന്നത് ആരാണ്? സൂര്യനും ചന്ദ്രനുമാകുന്നു. മേഖല രത്നാകർ ഹെ. മേഖല എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം എന്നാണ് അർത്ഥം. രത്നാകർ സമുദ്രം. മേഖല രത്നാകർ ഹെ, അതായത് മാതൃഭൂമിയുടെ, ഭൂമിദേവിയുടെ അരഞ്ഞാണമായി ശോഭിക്കുന്നത് ആരാണ്? സമുദ്രമാകുന്നു. നദിയാം പ്രേം പ്രവാഹ പൂൽ താരെ മണ്ഡൻ ഹെ. നദിയാം പ്രേമ പ്രവാഹകർ ഹെ. നദിയാം, നമ്മുടെ ഭൂമിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നദികൾ എന്ന് പറയുന്നത് എന്താണ്? പ്രേമ പ്രവാഹമാണ്. ആരോടുള്ള പ്രേമ പ്രവാഹമാണ്? നമ്മൾ ഭാരതവാസികളോടുള്ള അല്ലെ, ഭാരതവാസികളോടുള്ള ഭൂമിദേവിയുടെ സ്നേഹപ്രവാഹമാണ് നദികൾ എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഫൂൽ താരെ മണ്ഡൻ ഹെ. പൂക്കളും താരെ നക്ഷത്രങ്ങളും ഭൂമിദേവിക്ക് ആഭരണമാകുന്നു. മണ്ഡൻ മത്ലബ് ആഭരണമാകുന്നു. ബന്ദീജന ഖഗ് വൃന്ദ ശേഷഭന സിംഹാസന ഹെ. ബന്ദീജൻ എന്ന് പറഞ്ഞാൽ സ്തുതി പാടുന്നവരെയാണ് ബന്ദീജൻ എന്ന് പറയുന്നത്. ഖഗ് വൃന്ദ പക്ഷിക്കൂട്ടം. ഓക്കെ, ഖഗ് മീൻസ് പക്ഷി, വൃന്ദ മീൻസ് കൂട്ടം. ബന്ദീജന ഖഗ് വൃന്ദ. ബന്ദീജൻ സ്തുതി പാടുന്നവരാരാണ്? ഖഗ് വൃന്ദാണ്. പക്ഷിക്കൂട്ടങ്ങൾ ഭൂമിദേവിക്ക് വേണ്ടി, മാതൃഭൂമിക്ക് വേണ്ടി സ്തുതിഗാനങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുന്നു. ശേഷഫന സിംഹാസന ഹെ. എന്താണ് ഭൂമിദേവിയുടെ സിംഹാസനമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ശേഷനാഗത്തിന്റെ ഫണം, പത്തിയാൽ നിർമ്മിക്കപ്പെട്ട സിംഹാസനമാണ് ഭൂമിദേവിക്ക് എന്താ പറയുന്നത്, സിംഹാസനത്തിൽ ആസനസ്ഥയാണ് നമ്മുടെ ഭൂമിദേവി എന്ന് പറയുന്നത്. കർത്തെ അഭിഷേക് പയോദ് ഹെ. പയോദ് മത്ലബ് മേഘങ്ങളെയാണ് പയോദ് എന്ന് പറയുന്നത്. പയോദ് ഭൂമിദേവി का अभिषेक कर रही है, बलिहारी सुदेश की. तो यही है भूमि देवी का उस वेश. ഇത്തരത്തിൽ വേഷകരായിട്ടുള്ള, ഇത്തരത്തിൽ വേഷം അണിഞ്ഞിട്ടാണ് ഭൂമി ദേവി വളരെ സുന്ദരിയായി അവിടെ കാണപ്പെടുന്നത്. ഇത്തരത്തിൽ സുന്ദരിയായിട്ടുള്ള ആ ഒരു ഭൂമി ദേവിയിൽ കവി സ്വയം എന്ത് ചെയ്യാണ്? ആത്മസമർപ്പണം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഹേ ഭൂമി ദേവി
ഭൂമി ദേവിയെ ആഹ്വാനം ചെയ്തുകൊണ്ട് പറയുകയാണ്, തൂ സത്യ ഹി സഗുണ മൂർത്തി സർവേഷു, തൂ ക്യാ ഹെ സത്യ ഹെ സഗുണ മൂർത്തി സർവേഷു, സർവ്വഗുണ സമ്പന്നനായിട്ടുള്ള സർവേശ്വരന്റെ സത്യമാകുന്നു ദേവി നീ മാതൃഭൂമി, നീ ആരാകുന്നു? സർവ്വഗുണ സമ്പന്നനായിട്ടുള്ള ഈശ്വരന്റെ സർവേശ്വരന്റെ സത്യമാകുന്നു നീ എന്നാണ് കവിയുടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത് നീലാംബൻ, അതായത് നീലാകാശമാകുന്ന വസ്ത്രമണിഞ്ഞ് ഹരിതമായിട്ടുള്ള ഈ ഒരു തീരത്ത് സുന്ദരിയായി ശോഭിച്ചു നിൽക്കുകയാണ് മാതൃഭൂമി. സൂര്യനും ചന്ദ്രനും മുകുടമായി ശോഭിക്കുന്നു, കിരീടമായിട്ട്. ഭൂമി ദേവിക്ക് പകലിൽ സൂര്യനും രാത്രിയിൽ ചന്ദ്രനും കിരീടമായി ശോഭിക്കുന്നു. മേഖലാ രത്നാകരഹെ, ഭൂമി ദേവിയുടെ അരഞ്ഞാണമായി ശോഭിക്കുന്നത് സമുദ്രമാകുന്നു, രത്നാകരാകുന്നു. നദിയാം പ്രേം പ്രവാഹ കൂൽ താരയും തന്നെ നദിയാം പ്രേമ പ്രവാഹഹെ, ഭൂമി ദേവിക്ക് ദേശവാസികളോടുള്ള പ്രേമ പ്രവാഹമാണ് ഈ നദികളായി ഒഴുകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൂൽ താരയും മണ്ഡൻഹെ, പൂക്കളും നക്ഷത്രങ്ങളും ഭൂമി ദേവിയുടെ ആഭരണമായി ശോഭിക്കുന്നു. ബന്ദീജന ഖഗുവൃന്ദ ശേഷഫന സിംഹാസനഹെ, ബന്ദീജൻ സ്തുതിപാഠകർ ആരാകുന്നു? ഖഗുവൃന്ദാകുന്നു. പക്ഷിക്കൂട്ടം ഭൂമി ദേവിയുടെ മാതൃഭൂമിയുടെ സ്തുതിഗാനങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുന്നു. ശേഷഫന സിംഹാസനഹെ, സിംഹാസനം എന്ന് പറയുന്നത് എന്താൽ നിർമ്മിക്കപ്പെട്ടതാണ്? ശേഷനാഗത്തിന്റെ ഫണമാകുന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടയായിട്ടുള്ള ഇരിക്കുകയാണ് ഭൂമി ദേവി എന്ന് പറഞ്ഞിരിക്കുന്നത്. കത്തെ അഭിഷേക് പയോധ ബലിഹാരി സുവേഷിക്ക്, ഇത്തരത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടയായിട്ടുള്ള ഭൂമി ദേവിക്ക് അഭിഷേകം ചെയ്യുന്നത് ആരാണ്? പയോധ്, മേഘങ്ങളാകുന്നു. ബലിഹാരി സുവേഷിക്ക്, കവി ഇത്തരത്തിൽ വേഷധാരണിയായിട്ടുള്ള ഭൂമിക്ക് സ്വയം സമർപ്പിക്കുകയാണ്, ആത്മസമർപ്പണം ചെയ്യാനാണ് കവിയുടെ ആഗ്രഹിക്കുന്നത്. ഹേ മാതൃഭൂമി തു സത്യ ഹെ സഗുണമൂർത്തി സർവേശ്വരി, കവി പറയുന്നു, ഹേ മാതൃഭൂമി നീ സത്യമാകുന്നു. ആരുടെ സത്യമാകുന്നു? സർവ്വഗുണ സമ്പന്നനായിട്ടുള്ള സർവേശ്വരന്റെ സത്യമാകുന്നു എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റാൻസിലേക്ക് പോകാം. ജിസ്കെ रज में लोट कर बड़े हुए हैं, गुंडों के बल सरक कर खड़े हुए हैं, परमहंस सम बाल्यकाल में सब सुख पाए, जिसके कारण धूल भरे हीरे कहलाए, हम खेले कूदे हर्ष युद्ध जिसकी प्यारी गोद में, हे मातृभूमि तुझको निरत मग्न क्यों न हो मोद में, पाकर तुझसे सभी सुखों को हमने भोगा. तो अगले स्टांसे में क्या कहते हैं? അടുത്ത ഭാഗത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ജിസ്കെ രജ് में लोट कर बड़े हुए हैं, जिसके रज മീൻസ് പൊടി, ഈ മാതൃഭൂമിയുടെ പൊടിയിൽ ലോട്ട് കർ ഉരുണ്ടുരുണ്ടാണ് ഞങ്ങൾ എന്തായത്? വലുതായി മാറിയത്. ഞങ്ങൾ നമ്മൾ ഭാരതവാസികൾ വലുതായി മാറിയത്. കവി സ്വയം അവിടെ അർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്റെ പൊടിയിൽ ഉരുണ്ടുരുണ്ടാണ് ഞാൻ വലുതായത്. ഗുണോങ്കെ ബൽ, കുട്ടികളെയാണ് ഗുണം എന്ന് പറയുന്നത് കേട്ടോ. ഗുണോങ്കെ ബൽ, അതിന്റെ ആ ഒരു ബലം, കുട്ടികളുടെ ബലം എങ്ങനെയാണ് ഉണ്ടായത്? സരക്കർ ഖടേ ഹുയേ, മുട്ടുകൾ നിന്നിൽ ഇട്ട് എന്താ പറയുന്നത്? ഇഴച്ചിഴച്ച്, സരക്ന മത്ലബ് ഇഴച്ചിഴച്ച്, നിന്നിൽ മുട്ടുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞാണ് ഞാൻ നിൽക്കാൻ പഠിച്ചത്. മുട്ടിന് ബലം വന്ന് ഞാൻ നിൽക്കാനായി ശ്രമിച്ചത്, ഞാൻ നിൽക്കാൻ പഠിച്ചത്. പരമഹംസ സമ ബാല്യകാലമേ സബ സുഖമായി, പരമഹംസനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ബാല്യകാലത്ത് എന്തെല്ലാം സുഖങ്ങൾ അദ്ദേഹം അനുഭവിച്ചോ അതുപോലെയുള്ള എല്ലാ സുഖങ്ങളും ഞാൻ നിന്നിൽ നിന്ന് പ്രാപ്തമാക്കി. ജിസ്കെ കാരൻ, അതിനാലാണ് ധൂൾ ഭരെ ഹീരേ കഹലായി, അതുകൊണ്ട് തന്നെ എന്നെ എന്തെന്ന് പറയപ്പെട്ടു? ധൂൾ ഭരെ ഹീരേ കഹലായി, പൊടികളാൽ നിറയ്ക്കപ്പെട്ട രത്നമായി പറയപ്പെട്ടു. ആരെ പോലെ? ശ്രീരാമചന്ദ്രനായിട്ടുള്ള ഈ പരമഹംസനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ പോലെ എന്നെയും ധൂൾ ഭരെ ഹീരേ കഹലായി, പൊടികളാൽ നിറയ്ക്കപ്പെട്ട രത്നമായിട്ടാണ് പറയപ്പെട്ടത്. ഹം ഖേലേ കൂദേ ഹർഷ യുദ്ധ ജിസ്കി പ്യാരി ഗോദ് മേ, നിന്റെ ഗോദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മടിയിലാണ്. പ്യാരി ഗോദ് മേ, നിന്റെ ഈ ഇത്രയും സ്നേഹം നിറഞ്ഞിട്ടുള്ള നിന്റെ മടിയിലാണ് ഖേലേ കൂദേ, കളിച്ചതും ചാടിയതും ഓടിയതും ഒക്കെ. ഹർഷ യുദ്ധ, സന്തോഷഭരിതമായിട്ട് നിന്നിലൂടെയാണ് ഞങ്ങൾ ഓടിയതും കളിച്ചതും ഒക്കെ നിന്റെ മടിത്തട്ടിലാണ്. ഹേ മാതൃഭൂമി, വീണ്ടും വിളിക്കുകയാണ്, ഹേ മാതൃഭൂമി തുജ്കോ നിരത് മഗ്ന ക്യൂ ന ഹോ മോദ് മേ, തുജ്കോ നിരത് മഗ്ന ക്യൂ ന ഹോ മോദ് മേ, തുജ്കോ നിരത് എന്ന് പറഞ്ഞാൽ കാണുക, മഗ്ന എന്ന് പറഞ്ഞാൽ മുഴുകുക, ക്യൂ ന ഹോ മോദ് മേ, മോദ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷം. എന്നിട്ട് പോലും നിന്നെ കാണാൻ മഗ്ന ക്യൂ ന ഹോ മോദ് മേ, എന്തുകൊണ്ടാണ് നീ അത്രത്തോളം സന്തോഷവതിയായി സന്തോഷത്തിൽ മുഴുകിയതായി കാണാൻ സാധിക്കുന്നത്? പോകുന്നത് പാക്കർ തുജിസെ സബീ സുഖവും കോ ഹംനെ പോകാം, നിന്നിൽ നിന്ന് എല്ലാ സുഖങ്ങളുമാണ് ഞങ്ങൾ അനുഭവിച്ചത്, നിന്നിൽ നിന്നുമാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാൻസിൽ കവി പറഞ്ഞിരിക്കുന്നു, നിന്റെ പൊടിയിൽ നിന്ന് ജിസ്കെ രജുമേ, നിന്നിൽ ഹേ മാതൃഭൂമി നിന്റെ പൊടിയിൽ നിന്നാണ് ഉരുണ്ടുരുണ്ട് ഞങ്ങൾ വലുതായത്. ഗുണനോങ്കെ ബൽ, മുട്ടിന്റെ ബലം, നിന്നിൽ ഇഴഞ്ഞിഴഞ്ഞാണ് ഞങ്ങൾ നിൽക്കാൻ പഠിച്ചത്. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ബാല്യകാലത്തോളൊപ്പമുള്ള എല്ലാ സുഖങ്ങളും ഞാൻ നിന്നിൽ നിന്നാണ് അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പോലെ എന്റെ പേരും എന്തായിരുന്നു? എന്നെയും എന്തായി വിളിച്ചു? പൊടികളാൽ നിറഞ്ഞപ്പെട്ട രത്നം, പൊടികളാൽ നിറച്ച രത്നം എന്നാണ് പറയപ്പെട്ടത്. ഹം കേലേ കൂത്തേ ഹർഷ യുദ്ധ ജിസ്കി പ്യാരി ഗോദ് മേ, നിന്റെ വളരെ സ്നേഹമയമായിട്ടുള്ള നിന്റെ മടിത്തട്ടിലാണ് ഞങ്ങൾ എല്ലാ സന്തോഷവും കളിച്ചുല്ലസിച്ച് വളർന്നു വന്നത്. ഹേ മാതൃഭൂമി, എന്നാലും എന്റെ മാതൃഭൂമിയെ ഇത്രയൊക്കെ സന്തോഷം അനുഭവിച്ച ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിന്നെ കൂടുതൽ സന്തോഷവതിയായി കാണാൻ സാധിക്കാതെ പോകുന്നത്? പാക്കർ തുജ്സേ സബീ സുഖവും കോ ഹംനെ പോകാം, നിന്നിൽ നിന്നാണ് എല്ലാ സുഖഭോഗങ്ങളും ഞങ്ങൾ അനുഭവിച്ചത് എന്നാണ് കവി പറയുന്നത്. तेरा प्रत्युपकार कभी क्या हमसे होगा, तेरी ही यह देख तुझी से बनी हुई है, बस तेरे ही सूरज सार से सनी हुई है, फिर अंत समय तू ही इसे अचल देख अपनाएगी, हे मातृभूमि अंत में तुझ में ही मिल जाएगी. അവസാനം കവി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. തേരാ പ്രത്യുപകാർ കവി ക്യാ ഹംസെ ഹോഗാ, പ്രത്യുപകാർ നീ ചെയ്ത ഇത്രയും നല്ല ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഞങ്ങൾക്ക് നീ ചെയ്തു തന്ന ഇത്രയും ഉപകാരങ്ങൾക്ക് തിരിച്ച് നിനക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ ഹേ മാതൃഭൂമി ഞങ്ങൾക്ക് സാധിക്കുമോ? തേരാ ഹി യഹ് ദേ, തേരാ ഹി ഹേ യഹ് ദു, തുജ്മേ ഹി मैंने बना है, तुझमें ही जन्म दिया है, നിന്നിലാണ് എന്റെ ജനനം, നിന്റെതാണ് ഈ ദേഹം. തുജീസെ ബനി ഹുയി ഹെ, നിന്നാൽ നിർമ്മിക്കപ്പെട്ടാണ്, നിന്നിലാണ് എന്റെ ജനനം. ബസ് തേരേ ഹി സൂരജ് സാർ സേ സനി ഹുയി ഹെ, നിന്റെ തന്നെ അംശത്തിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്റെ ഈ ശരീരം. ഫിർ അന്ത് സമയത്ത് ഹി സേ അചൽ ദേഖ് അപ്നായേഗി, നീ അന്ത്യത്തിന്റെ അതായത് എന്റെ മരണസമയം അന്ത്യസമയത്തിൽ നീ തന്നെ എന്നെ അചൽ, അതായത് നിശ്ചലമായി അനങ്ങാൻ പറ്റാത്ത എന്റെ ശരീരം, എന്റെ ശവശരീരം നീ തന്നെ കണ്ടുകൊണ്ട് സ്വയം എന്തായിട്ട് അപ്നായേഗി സ്വീകരിക്കും. നീ തന്നെ എന്റെ അവസാനം, നീ തന്നെ എന്റെ നിശ്ചലമായ ശരീരത്തെ സ്വായത്തമാക്കും, നീ തന്നെ എന്റെ നിശ്ചലമായ ശരീരത്തെ സ്വീകരിക്കും. ഹേ മാതൃഭൂമി യഹ് അന്തമേം തുജ്മേ ഹി മിൽ ജായേഗി, എന്റെ ഈ ശരീരം ഹേ മാതൃഭൂമി വീണ്ടും വിളിച്ച് പറയുകയാണ്, ഹേ മാതൃഭൂമി അന്തമേം തുജ്മേ ഹി മിൽ ജായേഗി മേരെ ശരീരം, നിന്നിൽ തന്നെ എന്റെ ഈ ശരീരം അലിഞ്ഞു ചേരുകയും ചെയ്യും എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. അതായത് കവി അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, हम सरल शब्दों में यह कवि यहाँ कह रही है कि मातृभूमि की खूबियों को
वो बताते हुए कहते हैं कि हम क्या करना चाहिए, हमारे जान इस मातृभूमि के लिए अर्पित करना चाहिए। ऐसा एक आह्वान भी इस कविता के द्वारा മൈഥിലി ശരൺ ഗുപ്ത ജി हम लोगों तक लाने की कोशिश कर रहे हैं. അദ്ദേഹത്തിന്റെ ഈ രചനയിലൂടെ ഈ കവിതയിലൂടെ ജനങ്ങളിലേക്ക് എന്തെത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഭൂമി ദേവിയുടെ ഇത്രയും ഗുണഗാനങ്ങൾ നമ്മൾക്ക് മുന്നിൽ ഇത്രയും ഗുണഗാനങ്ങൾ പാടി തന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം നമ്മൾക്ക് വേണ്ടി ഇത്രയും സഹിച്ച ഇത്രത്തോളം നമ്മൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്ന നമ്മുടെ ഭൂമി ദേവിയെ നമ്മൾക്ക് സ്വതന്ത്രമായി നേടിയെടുക്കണമെങ്കിൽ എന്താണ് വേണ്ടത്, നമ്മുടെ ജീവൻ ആ ഭൂമി ദേവിക്ക് വേണ്ടി നിങ്ങൾ അർപ്പിക്കൂ എന്ന ആ ഒരു ആഹ്വാനമാണ് കവി ഈ കവിതയിലൂടെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയ കവിതയാണിത്. ഈ കവിതയിലൂടെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഒരു ദേശസ്നേഹത്തെ മറ്റു ജനങ്ങളോട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്താണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദേശത്തിന് വേണ്ടി പോരാടൂ, നിങ്ങളുടെ ദേശത്തെ മറ്റ് ഈ ദുഷ്ടശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കൂ, നിങ്ങളുടെ ജീവൻ തന്നെ അതിനുവേണ്ടി അർപ്പിക്കൂ എന്നുള്ള ഒരു ആഹ്വാനമാണ് ഈ ഒരു കവിതയിലൂടെ മൈഥിലി ശരൺ ഗുപ്ത ജി ഇവിടെ സ്പഷ്ടമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കവിത വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. അദ്ദേഹം ഈ കവിതയിലൂടെ എന്താ പറയുക, മാതൃഭൂമിക്ക് ഖൂബിയോങ്കോ ബതാത്തെ ഹുയി, അതിന്റെ നന്മകളെ ഗുണഗാനങ്ങളെ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തന്നുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ അതിലേക്ക് ആകർഷകരാക്കാനായിട്ട് ശ്രമിക്കും, നമ്മളെ അതിലേക്ക് ആകർഷിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഭൂമി ദേവിയിലേക്ക് നമ്മളെ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഭൂമി ദേവിയെ ആസാദി ബനാനെ ആ ഭൂമി ദേവിയെ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജീവൻ അവിടെ അർപ്പിക്കൂ, ജീവൻ സമർപ്പിക്കൂ, പോരാടൂ എന്നൊരു ആഹ്വാനമാണ് ഈ കവിതയിലൂടെ മൈഥിലി ശരൺ ഗുപ്ത ജി അന്നത്തെ ആ കാലഘട്ടത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, ഇത്രയാണ് ഈ കവിതയുടെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ഒരു ചാപ്റ്റർ എക്സ്പ്ലനേഷൻ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളിലേക്ക്, ഈ ക്ലാസ് ഉപകാരപ്പെടുന്ന മറ്റു കുട്ടികളിലേക്ക് ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.